ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയും കൂട്ടി ജീപ്പിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ശിവൻ വിഷ്ണുവിന്റെ ചിതാഭസ്മത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. ഒരു പുണ്യപ്രവൃത്തിക്കായിട്ട് പോകുന്നത് കൊണ്ട് താൻ കാര്യങ്ങൾ അന്വേഷിക്കുന്നതെന്നും മാത്രമല്ല, ഇനി ആരെങ്കിലും പോലീസുകാർ മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുമായി വന്നാൽ അതിന് മറുപടി പറയണ്ടേ, നമ്മൾ രണ്ടുപേരും രണ്ട് രീതിയിൽ സംസാരിച്ചാൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ശിവൻ പറയുമ്പോൾ അത് കേട്ട് നിന്ന ശാലിനി പറഞ്ഞു, കൂടെ യാത്ര ചെയ്യുന്നത് ഒരു കളക്ടറാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. അഥവാ പോലീസ് പിടിച്ചാൽ തന്നെ എന്നോട് ചോദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ശാലിനി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അപ്പോഴാണ് ശിവൻ പറഞ്ഞത്, എന്തായാലും ഒരു കാര്യം എനിക്ക് തീർച്ചയായി, ഇനിയിപ്പോ എന്റെ ഈ ജോലി തുടരേണ്ടി വരുമല്ലോ, അതിപ്പോ എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു, അതെന്താ അത്ര വലിയ ഉറപ്പ്? അല്ല, വിഷ്ണു വരുന്നത് വരെ ഞാൻ ഈ ജോലിയിൽ തുടരണമെന്നായിരുന്നല്ലോ സത്യമ്മ പറഞ്ഞത്. ഇപ്പോ വിഷ്ണു മരിച്ച സ്ഥിതിക്ക് ഞാൻ ഈ ജോലി തുടരാത്തതിന് നിവൃത്തിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, തൽക്കാലത്തേക്ക് മാത്രമാണ് നിങ്ങളോട് ആ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോ ഇത് വേണ്ടെന്ന് പറയുന്നു ആ നിമിഷം നിങ്ങൾക്ക് നിർത്തി പോകേണ്ടി വരും. ജോലി നിർത്തുന്നതിന് പ്രത്യേകിച്ച് വേറെ കാരണത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ശാലിനി ശിവനോട് ചോദിച്ചപ്പോ ശിവൻ പറഞ്ഞു, എടോ, ജീവൻ പോകുന്നതിനേക്കാൾ വലുതാണോ ജോലി പോകുന്നത്? സത്യത്തിൽ ഒരു ജീവൻ ഇല്ലാതാവുക എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജോലി പോയാൽ മറ്റേതെങ്കിലും ജോലി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ജീവൻ ഇല്ലാതായാലോ, പിന്നെ ആ ജീവൻ തിരികെ എടുക്കാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ട് ജീവിക്കുന്ന അത്രയും നാൾ മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുക, അത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ശിവൻ ജീപ്പ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ശാലിനിയും ശിവനെയും ഫോളോ ചെയ്ത് അവരുടെ പിന്നിലൂടെ ഒരു ബൈക്കുകാർ വരുന്നത് കണ്ടത്. ആ ബൈക്ക് യാത്രക്കാർ രണ്ടുപേരും അവരുടെ ജീപ്പിനെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നിയപ്പോ വേഗം ജീപ്പ് ഒന്ന് ഒതുക്കിയിട്ട് ശിവൻ അവരോട് കയറി പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു. പക്ഷെ അവർ കയറി പോകാതെ ജീപ്പിന് ഇടത് സൈഡിലൂടെ തന്നെ വീണ്ടും ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോ ശിവൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞ് ശിവൻ ഉറക്കെ സംസാരിച്ചപ്പോ അവർ പറഞ്ഞു, ഏയ് ഇല്ല ചേട്ടാ, ഞങ്ങൾക്ക് ധൃതിയൊന്നും ഇല്ല. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ രണ്ടുപേരും കൂടി? നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും റിസോർട്ടിലോ മറ്റോ പോവുകയാണോ? അങ്ങനെ വല്ലതും പോകാനാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചെങ്കിലേ നല്ല സ്ഥലം ഞങ്ങൾ പറഞ്ഞുതരാം, ഞങ്ങളൂടെ വന്നാൽ മതി എന്നൊക്കെ അവർ പറയുമ്പോ കമന്റടി ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിയവരോടെ ശിവൻ പറഞ്ഞു, മര്യാദയ്ക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വെറുതെ ഇവിടെ കിടന്ന് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ കയ്യിലിരിക്കുന്ന വാങ്ങിച്ചു കൂട്ടണ്ട, ദേഹം കേടാക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു രസമല്ലേ, നമുക്ക് ഒന്നിച്ചു പോകാമെന്നേ, ഞങ്ങളോട് പറഞ്ഞാൽ മതി എങ്ങോട്ടാ നിങ്ങൾക്ക് പോകേണ്ടതെന്ന് എന്നെല്ലാം പറഞ്ഞ് അവർ പിന്നാലെ കൂടുമ്പോഴേക്കും ശിവൻ വേഗം വണ്ടിയുടെ വേഗത കൂട്ടി ശാലിനിയുമായി അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും ബൈക്കുകാർക്ക് അവരെ പിന്തുടരാൻ കഴിയാതായതോടെ അവർക്കാകെ നിരാശയായി. അവന്മാർ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആകെ നിരാശരായി. എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബൈക്ക് യാത്രക്കാർ ശിവനെയും ശാലിനിയെ അന്വേഷിച്ച് പിന്നാലെ വന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ശാരദാമ്മ വീട്ടിലെത്തിയിട്ട് ഒരു സ്വസ്ഥതയും കിട്ടാതായപ്പോ ഒടുവിൽ കമലിന്റെ ഫോണിലേക്ക് വിളിച്ചു. കമലൻ ശാരദാമ്മയുടെ അരികിലേക്ക് എത്തിയതോടെ, എന്താ ശാരദാമ്മ, എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്ന് കമലൻ അന്വേഷിച്ചതും ശാരദാമ്മ പറഞ്ഞു, എടാ, ഇവിടുന്ന് ശാലിനി ഒരു എന്തോ പ്രധാനപ്പെട്ട മീറ്റിങ്ങിനാണെന്ന് പറഞ്ഞ് ശിവനെയും കൂട്ടി പോയിട്ടുണ്ട്. രണ്ടുപേരും കുറച്ച് ദൂരെയാ പോയിരിക്കുന്നത്. പക്ഷേ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ എത്രയും വേഗം തിരിച്ചു പോരാൻ അവരോട് പറയണം. അതിന് ഞാൻ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതിനെന്താ, ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് പറയാം എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു, ചെന്ന് പറയാൻ പറ്റുന്ന ദൂരമല്ല, അതുകൊണ്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അവരുടെ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ വിവരം അവരെ അറിയിക്കണം. അതിനെന്തേലും വഴി നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ കമലം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ ശാരദാമ്മേ, ഞാൻ ഇക്കാര്യം അനുവിനെ വിളിച്ച് പറയാം. അപ്പോ അനു ഏതെങ്കിലും വിധേന ഇക്കാര്യം അവിടെ മേഡത്തെ അറിയിച്ചോളും, അമ്മയെ അറിയിച്ചോളും, അതല്ലേ നല്ലതെന്ന് കമലിനെ അന്വേഷിച്ചതും ശാരദാമ്മ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് കമലിനെ നിർബന്ധിച്ചു. ഉടനെ താൻ ഇപ്പൊ തന്നെ അനുവിനെ വിളിച്ചോളാമെന്ന് പറഞ്ഞ് കമലിനെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം അനുവിന്റെ ഫോണിലേക്ക് കമലം വിളിച്ചതും അനു കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് കാത്തിരുന്നിട്ടും കുറെ നേരമായിട്ട് വിളിച്ചു നോക്കിയിട്ടും കോൾ എടുക്കാതായതോടെ ആകെ നിരാശയോടെ ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മയെ, അനു ഫോൺ എടുക്കുന്നില്ല. എന്തായാലും എപ്പോഴെങ്കിലും ഫോൺ കാണുമ്പോൾ, എൻ്റെ കോള് കാണുമ്പോൾ തിരിച്ചു വിളിച്ചോളും. ഞാനപ്പോൾ അനുവിനോട് പറഞ്ഞോളാം, അല്ലെങ്കിൽ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും അനുവിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കമലിനവിടെ നിന്ന് ഇറങ്ങി. ഈ സമയത്ത് ശാരദാമ്മ വീണ്ടും ആകെ ടെൻഷനിലായി. എത്ര നേരമായിട്ടും ഒരു വിവരവും പറയാൻ കൂടി കഴിഞ്ഞിട്ടില്ല. അവർ രണ്ടുപേരും ഏതെങ്കിലും ആപത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ആശങ്ക ശാരദാമ്മയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. എന്താണ് ഇനി ചെയ്യുക എന്നോർത്ത് ശാരദാമ്മ ആകെ നിരാശയോടെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയും ശിവനും കൂടി കുറച്ചു ദൂരം പിന്നിട്ട് കുറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും വഴി തെറ്റിയതുപോലെ ശിവന് തോന്നി.
പെട്ടെന്ന് കുറച്ച് കാടിനുള്ളിലേക്ക് കയറി വഴി അവസാനിച്ചതായിട്ട് കണ്ടതോടെ വണ്ടി നിർത്തുന്നു. ശിവനും ശാലിനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വഴിതെറ്റിപ്പോയല്ലോ എന്ന് ശിവൻ ശാലിനിയോട് അറിയിച്ചു. അത് സാരമില്ല, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാമെന്ന് പറഞ്ഞ് ശിവൻ അവിടെ അതുവഴി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആ കാട്ടിൽ താമസിക്കുന്ന അവിടുത്തെ ഒരു നാട്ടുകാരൻ അതുവഴി വരുന്നത് കണ്ടു. ആ സൈക്കിൾ യാത്രക്കാരനോട് ശിവൻ ഇതുവഴി ഭൂതത്താൻകെട്ട് കാട്ടിലെ ഒരു മഞ്ഞുമല എസ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അവിടേക്കുള്ള വഴി ഏതാണെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ വഴി പോയ ഉൾക്കാട്ടിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഈ കാട് വഴി പോയാലും നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ അധിക ദൂരം നിങ്ങൾക്ക് ഈ വെളിച്ചത്തിൽ പോകാനാവില്ല. പിന്നീട് ഉൾക്കാടിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു കാരണവശാലും പുറത്തിറങ്ങാനും ആവില്ല. ഈ രാത്രിയിൽ നിങ്ങൾക്ക് അവിടെ തങ്ങേണ്ടി വരും. വന്യമൃഗങ്ങളേറെയുള്ള കാടാണിത്. രാത്രി കാലങ്ങളിൽ നിങ്ങൾ അവിടെ കഴിയുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് തൽക്കാലം കുറച്ചുകൂടി പിന്നിലേക്ക് പോയിട്ട് അവിടെ ഒരു ലോഡ്ജ് ഉണ്ട്, അവിടെ താമസിക്കുക. എന്നിട്ട് നാളെ രാവിലെ നിങ്ങൾ ഇതുവഴി പോകുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മഞ്ഞുമല എസ്റ്റേറ്റിൽ എത്താൻ കഴിയൂ എന്നറിയിച്ചു. അത് കേട്ടതോടെ ശാലിനി ആകെ ടെൻഷനിലായി. ഉടനെ ശിവൻ ചോദിച്ചു, എന്താ ശാലിനി ചെയ്യേണ്ടത്? നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? മഞ്ഞുമല എസ്റ്റേറ്റിലേക്ക് പോകണോ അതോ തിരിച്ച് നമ്മൾ നേരെ ആ ലോഡ്ജിലേക്ക് പോകാൻ ആ ചേട്ടൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് തീരുമാനം എടുക്കാനാകാതെ ശാലിനി അങ്ങനെ നിന്നു. ഏതായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ശാലിനി പറഞ്ഞതോടെ ആകെ സംശയപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് ശാലിനി. ഈ സമയത്താണ് അതുവഴി ഭൂതത്താൻകെട്ടിലേക്ക് പോകാതെ അതിലെ മഞ്ഞുമല എസ്റ്റേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നാട്ടുകാരൻ പറഞ്ഞതുപോലെ ആ റിസോർട്ടിലേക്ക് ലോഡ്ജിലേക്ക് തൽക്കാലത്തേക്ക് നല്ലതെന്നുള്ള തീരുമാനത്തിൽ അവരെ എത്തിച്ചേർക്കാനായിട്ട് ആ നാട്ടുകാരൻ പോകുന്ന വഴിക്ക് അവിടെ ഒരു കിടങ്ങിൽ തട്ടി അയാൾ വീഴുകയും അയാൾ വീണത് കണ്ട് ശിവൻ പെട്ടെന്ന്, എന്താ ചേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞങ്ങൾ സഹായിക്കണോ എന്ന് ചോദിച്ചപ്പം ഇതൊന്നും കുഴപ്പമില്ല മക്കളെ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളതാ. പിന്നെ നിങ്ങൾക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. ഞാൻ നിങ്ങളോട് ഈ കാടിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ സൈക്കിൾ എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. ഉടനെ ശാലിനിയോട് ശിവൻ പറഞ്ഞു, തൽക്കാലം നമുക്ക് തിരിച്ച് ലോഡ്ജിലേക്ക് പോകാം, അതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ശാലിനിയും ശിവനും കൂടി നേരെ ലോഡ്ജിലേക്ക് പോന്നു. അവിടെ ചെന്ന് ഒരു റൂം എടുക്കുന്ന നേരത്ത് ലോഡ്ജിലെ AC റൂം മതിയെന്ന് ശിവൻ അറിയിച്ചു. അതും ഡബിൾ റൂം വേണമെന്ന് പറഞ്ഞപ്പോൾ ആകെ ദേഷ്യത്തിൽ ശാലിനി ശിവനെ നോക്കി. ശിവനോട് തൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞ് ശാലിനി അപ്പുറത്തേക്ക് മാറി നിന്നതും ശിവൻ അരികിലേക്ക് ചെന്നു. എന്താ ശാലിനി എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, അതെ AC റൂമും ഡബിൾ റൂമും എന്തിനാണ്, നമുക്ക് രണ്ടുപേർക്കും സിംഗിൾ റൂമാ മതി, അത് മതി എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് ശിവൻ പറഞ്ഞു, അത് പറ്റില്ല ശാലിനി, ഇപ്പോൾ ഇവിടെ നമുക്ക് ഡബിൾ റൂം തന്നെ വേണം, സിംഗിൾ റൂം എടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ശാലിനിക്ക് അറിയില്ല. ഇവിടെ ഇപ്പോൾ അപകടങ്ങൾ പല രീതിയിൽ വന്നെത്തും. അതുകൊണ്ട് ശാലിനിയെ തനിച്ചാക്കിയിട്ട് മറ്റൊരു റൂമിൽ കിടക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശാലിനിയെ വിശ്വാസമാണല്ലോ, എനിക്ക് എന്നെയും വിശ്വാസമാണ്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും പരസ്പര വിശ്വാസമുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ ശാലിനി പറയുന്നത് പോലെ അങ്ങനെ ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ശാലിനിയുടെ സുരക്ഷിതത്വമാണ് എനിക്കിപ്പോൾ വലുത് എന്ന് ശിവൻ അറിയിച്ചു. അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു, ഇപ്പോൾ എന്ത് പറഞ്ഞാലും സിംഗിൾ റൂം എടുത്താൽ മതി, അല്ല താൻ സമ്മതിക്കില്ല എന്ന് ശാലിനി നിർബന്ധം പിടിക്കുമ്പോൾ ശിവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, ഞാൻ തിരിച്ചു പോയിക്കോളാം. ശാലിനി ഇവിടുന്ന് തനിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഞാൻ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ശാലിനി സമ്മതിക്കണമെന്ന് ശിവൻ നിർബന്ധിച്ചതോടെ ഒടുവിൽ ശാലിനി ശിവന്റെ നിർബന്ധത്തിന് വഴങ്ങാൻ തയ്യാറാകുന്നു. അങ്ങനെ ആ ഡബിൾ റൂമിൻ്റെ കാര്യങ്ങൾ, അവരുടെ ഡീറ്റെയിൽസ്, ഏതെങ്കിലും ഒരു ആധാർ ID പ്രൂഫ് വേണമെന്ന് ലോഡ്ജുകാരൻ പറഞ്ഞതോടെ ശിവൻ തൻ്റെ ID പ്രൂഫ് കൊടുത്ത് ആ റൂം ബുക്ക് ചെയ്യുന്നു. ഈ സമയത്ത് കമലിൻ്റെ ഫോണിലേക്ക് തിരിച്ച് അനുപല്ലവി വിളിക്കുകയായിരുന്നു. അനുപല്ലവിയുടെ കോൾ വന്നതും കോൾ അറ്റൻഡ് ചെയ്ത കമലം പറഞ്ഞു, അതെ ശാലിനി മേഡം പോയിരിക്കുന്ന മീറ്റിങ്ങിൽ അതിൽ പങ്കെടുക്കണമെന്നും എത്രയും വേഗം തിരിച്ചു വരാനായിട്ട് മേഡത്തെ വിളിച്ചറിയിക്കണമെന്നും മേഡത്തിൻ്റെ അമ്മയാണ് പറഞ്ഞത്. കുറേ നേരമായിട്ട് അമ്മ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് എത്രയും വേഗം ഇക്കാര്യം മേഡത്തെ അറിയിക്കണമെന്ന് കമലിനെ അറിയിച്ചു. എന്നാൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും വേഗം മഞ്ഞുമല എസ്റ്റേറ്റിൽ റിസോർട്ടിൽ ശാലിനിക്കും ശിവനും വേണ്ടി ബുക്ക് ചെയ്ത ആ എസ്റ്റേറ്റിലെ ആ റെസ്റ്റോറൻറ്റിലേക്ക് ഫോൺ ചെയ്ത് അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് അവിടെ എത്തിച്ചേർന്ന ശാലിനിയുടെ ഫോണിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് അറിയിച്ചു. അവിടുത്തെ 2 റൂം നേരത്തെ താൻ ബുക്ക് ചെയ്തിരുന്നെന്ന് പറഞ്ഞപ്പോൾ ആ നമ്പർ പറഞ്ഞതും ഉടനെ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഈ കോളൊന്ന് കണക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ, സോറി മാഡം, അവിടെ ഇങ്ങനെ 2 പേര് എത്തിയിട്ടില്ല എന്നും ഇതുവരെയായിട്ടും എത്തിച്ചേർന്നിട്ടില്ല എന്നും അറിയിച്ചതോടെ അനുവിനാകെ ടെൻഷനായി. എത്തിയിട്ടില്ല എന്ന ആശങ്ക അനുവിൻ്റെ മനസ്സിനെ വല്ലാത്ത അലട്ടി. അതിനുശേഷം അനു ഇക്കാര്യം വിളിച്ച്
കമലിനോട് അറിയിച്ചു. ഇത്രയും നേരമായിട്ടും അവിടേക്ക് അവർ എത്തിയിട്ടില്ല എന്നും എത്തിയാൽ ഉടൻ തന്നെ അവർ വിവരം അറിയിക്കുമെന്നും അനു പറഞ്ഞതോടെ കമലിന് ഇക്കാര്യം ശാരദാമ്മയെ വിളിച്ചറിയിക്കുന്നു. ശാരദാമ്മ വല്ലാത്ത ടെൻഷനിലായി. ഇതിനോടകം എന്തെങ്കിലും ആപത്ത് അവർക്ക് സംഭവിച്ചോ എന്ന ആശങ്കയായിരുന്നു അപ്പോഴേക്കും ശാരദാമ്മയുടെ മനസ്സിനെ അലട്ടിയത്. ഈ സമയത്ത് ശിവനെയും ശാലിനിയും പിന്തുടർന്ന് വന്ന ആ ബൈക്ക് യാത്രക്കാർ നേരെ ആ ലോഡ്ജിലേക്ക് വന്നെത്തി. അവര് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കണ്ടത് മുറ്റത്ത് ആ പാർക്കിങ്ങിൽ കിടക്കുന്ന ശിവന്റെ ജീപ്പായിരുന്നു. ജീപ്പ് കണ്ടതോടെ അവർക്ക് സന്തോഷമായി. എടാ, നമ്മള് ഫോളോ ചെയ്ത് വന്ന ആ ടീമാ ഇവിടെ ഉള്ളത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവരെത്തിയത് നമ്മുടെ താവളത്തിലേക്ക് തന്നെയാ. നമ്മൾ എന്തായാലും ആഗ്രഹിച്ചതുപോലെ തന്നെ അവരിവിടെ എത്തിച്ചേർന്നല്ലോ. ഇനിയിപ്പോ പേടിക്കണ്ട, നമുക്ക് അവരെ ഉടനെ തന്നെ കൈയോടെ പൊക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറിയതും റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് നിന്ന് അവര് റൂം ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് അവിടെയുള്ള അവിടെ എത്തിച്ചേർന്ന ആ ജീപ്പിൽ വന്ന ആൾക്കാരുടെ റൂം ഏതാണെന്ന് അന്വേഷിച്ചു. അവരെ തനിക്ക് പരിചയമുണ്ടെന്നും അതുകൊണ്ട് അവരെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നും അറിയിച്ചപ്പോൾ അവര് റൂം നമ്പർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഉടനെ തന്നെ ആ ഗ്യാങ് നേരെ വിഷ്ണുവിന്റെയും ശാലിനിയുടെയും റൂമിന് അടുത്തേക്ക് ചെന്നു. ഈ സമയം ശിവന്റെയും ശാലിനിയുടെയും റൂമിന് അടുത്തേക്ക് ചെന്നു. ശിവൻ ഈ കുറച്ചു നേരം പുറത്ത് ഇരുന്ന നേരത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറി. ശാലിനി തനിച്ച് റൂമിൽ ഇരിക്കണ്ട എന്നതുകൊണ്ട് അകത്തേക്ക് കയറി ചെന്നതായിരുന്നു. അപ്പോഴേക്കും ശാലിനിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ ശിവൻ പറഞ്ഞു, എന്തായാലും ശാലിനി ടെൻഷൻ ആവേണ്ട, ശാലിനി ഇവിടെ ബെഡിൽ കിടന്നുറങ്ങിക്കോ, ഞാനിവിടെ പുറത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞ് ശിവൻ പുറത്തേക്ക് പോകാനായിട്ട് വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ പുറത്ത് ആ സെറ്റിയിൽ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നതായിട്ട് ശിവന് തോന്നിയത്. അവിടേക്ക് നടന്നു വരുന്ന ശബ്ദവും അവർ സംസാരിക്കുന്ന ശബ്ദവും ഒക്കെ ശിവൻ കേട്ടു. ഉടനെ അവർ പറഞ്ഞു, എടാ, ഞാൻ ബെല്ലടിക്കാൻ പോവാ. അത് കേട്ടതും അവർ ചോദിച്ചു, എടാ, ബെല്ലടിച്ച് അവരെ വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, ശരിക്കും അവർ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവരെന്തെങ്കിലും ചുറ്റിക്കളിയായിട്ടാ വന്നതെങ്കിൽ അവർ വാതിൽ തുറക്കുമ്പോൾ അവരുടെ മുഖത്ത് ഒരു പരിഭ്രമം ഉണ്ടാവും. ഇനി അതല്ല, ചുറ്റിക്കളിയൊന്നുമായിട്ടല്ല വന്നിട്ടുള്ളതെങ്കിൽ അവര് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മൾ അവരെ ശല്യപ്പെടുത്തും, അത് തീർച്ചയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞ് ഞാനിപ്പോ ഇതാ ബെല്ലടിക്കാൻ പോവാ. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നതായിരുന്നു അടുത്ത കൂട്ടുകാരന്റെ ചോദ്യം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൽ നിന്ന് നിന്നെ ഊരിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അവർ എല്ലാവരും കൂടി കൂട്ടമായിട്ട് ശാലിനിയെയും ശിവനെയും ബുദ്ധിമുട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവരെ ശല്യപ്പെടുത്താനുള്ള തീരുമാനത്തോടെ ബോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശിവൻ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി കേട്ടുകൊണ്ട് ശാലിനിയോട് കാര്യങ്ങൾ അറിയിക്കുന്നു. ശാലിനി എല്ലാം കേട്ട് ആകെ ഞെട്ടലോടെ അങ്ങനെ നിൽക്കുമ്പോൾ ശിവന്റെ റൂമിന്റെ വാതില് അവര് കോളിംഗ് ബെൽ അടിച്ചതും ശിവൻ പെട്ടെന്ന് വാതിൽ തുറന്നതോടെ മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ശിവൻ ചോദിച്ചു, നിങ്ങളായിരുന്നോ? അല്ല, എന്താ നിങ്ങൾ ഇപ്പൊ ഞങ്ങളെ അന്വേഷിച്ച് വന്നതാണോ? എന്താ കാര്യം? എന്തിനാ ഇപ്പൊ ബെല്ലടിച്ചത് എന്നൊക്കെ ശിവൻ വളരെ സ്നേഹത്തോടെ അന്വേഷിച്ചു. അപ്പോഴേക്കും ശിവനോട് അവർ പറഞ്ഞു, അല്ല ചേട്ടാ, നിങ്ങൾ ഇങ്ങോട്ടാണോ വന്നത്? ഇത്ര വേഗത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്കങ്ങ് മനസ്സിലായില്ല. അല്ല, നിങ്ങളിപ്പോ ഇവിടെ തനിച്ചല്ലേ, ഒരു കമ്പനി തരാമെന്ന് ഓർത്താ വന്നത്, ശരിക്കൊക്കെ ഒന്ന് പരിചയപ്പെടാൻ എന്ന് പറഞ്ഞപ്പോൾ ശിവൻ ചോദിച്ചു, എന്നെ പരിചയപ്പെടാനാണോ അതോ എൻ്റെ കൂടെ വന്ന ആളെ പരിചയപ്പെടാനാണോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യ എന്ന് അവർ അങ്ങനെ വളരെ സന്തോഷത്തോടെ ശിവനോട് മറുപടി പറഞ്ഞപ്പോൾ അത് ശരി, നിങ്ങൾക്ക് പരിചയപ്പെടണം, അത്രയേ ഉള്ളല്ലോ, അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. അല്ല, ആദ്യം ആർക്കാ പരിചയപ്പെടേണ്ടത് എന്ന് ചോദിച്ച് അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിച്ചു, എടാ മോനെ, നിനക്കാണ് ആദ്യം പരിചയപ്പെടേണ്ടത്. എന്തായാലും നിങ്ങൾ 4 പേരല്ലേ ഉള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി തരാം. ആദ്യം ഈ മോൻ തന്നെ പരിചയപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അവരെല്ലാവരും ചിരിച്ചു നിന്നു. അപ്പൊ ചേട്ടന് വേഗം കാര്യം മനസ്സിലായല്ലേ എന്നെല്ലാം അവരിങ്ങനെ ചോദിക്കുമ്പോൾ ശിവൻ അങ്ങനെയെല്ലാം വളരെ അവരോടൊപ്പം ചേർന്ന് നിന്ന് മറുപടി നൽകിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ട് ശാലിനിക്കാകെ ദേഷ്യമായി. ഉടനെ ശിവൻ അടുത്ത് നിന്ന് ആ കോളിംഗ് ബെൽ അടിച്ച് ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആദ്യം മോനല്ലേ പരിചയപ്പെടേണ്ടത്, പരിചയപ്പെടുത്തി തരാടാ എന്ന് പറഞ്ഞ് അവനെ ഒറ്റ അടി കൊടുത്ത് നേരെ റൂമിനകത്തേക്ക് ആക്കിയതും പിന്നെ ശിവനെ എതിർക്കാൻ വന്ന ബാക്കി അവന്റെ കൂട്ടുകാരന്മാരെ എല്ലാം സെറ്റിയിലേക്കും അവിടെ കാണുന്ന ചെയറിലേക്കും ഒക്കെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് ആ മുറിക്കകത്തേക്ക് ഇടിച്ചിട്ടവനെ അരികിലേക്ക് ശിവൻ നടന്നെടുത്തു. എന്നിട്ട് വേഗം തന്നെ വാതിൽ ലോക്ക് ചെയ്തു. ശിവൻ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് ആ ചെറുപ്പക്കാരൻ വല്ലാതെ ഭയന്നു. അവിടെ ഭിത്തിയിൽ ചെന്ന് ഇടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞെട്ടലോടെ ശാലിനി അവരെ നോക്കി നിൽക്കുകയാണ്. ഉടനെ ആ ചെറുപ്പക്കാരനെ വേണ്ട രീതിയിൽ മർദ്ദിച്ചതിന് ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് ശിവൻ ചോദിച്ചു, ഇനി ആർക്കൊക്കെയാടാ പരിചയപ്പെടേണ്ടത്? എല്ലാവരും അപ്പോഴേക്കും പേടിച്ചങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ അവനുമായിട്ട് ശിവൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് പരിചയപ്പെടൽ വേണ്ട, നമുക്ക് പുറത്തിറങ്ങാം, വാട ഇവിടെ എന്ന് പറഞ്ഞ് അവരെ 4 പേരെയും വിളിച്ചുകൊണ്ട് ശിവൻ പുറത്തേക്ക് ഇറങ്ങി. അവരെ 4 പേരെയും ഏറ്റുമുട്ടാൻ തയ്യാറായി. ശാലിനിയോട് ഇതിനിടെ ശിവൻ പറഞ്ഞിരുന്നു, ശാലിനി ഒന്നുകൊണ്ടും പേടിക്കണ്ട,
എന്നെ കൊന്നിട്ടേ അവന്മാര് ശാലിനിക്കരികിലേക്ക് എത്തൂ എന്നതായിരുന്നു ശിവൻ ശാലിനിയോട് പറഞ്ഞിരുന്ന വാക്ക്. അതുപോലെ തന്നെ ശാലിനിക്ക് സംരക്ഷകനായിട്ട് ശിവൻ അവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്ന് അവരോട് എല്ലാം നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴേക്കും ശിവനെ പിന്നിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് ശിവന്റെ വയറിനിട്ട് കത്തി കുത്തിയിറക്കി. അതോടെ തന്റെ പള്ളയ്ക്ക് കത്തി കുത്തിയതുകൂടെ ശിവന് ഇനിയും ഇതിനെ തരണം ചെയ്യാനാകാത്ത വിധത്തിൽ തന്റെ ദേഹത്ത് കുത്തേറ്റപ്പോ ശിവന്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി. അവസാനം ശാലിനിയെ രക്ഷിക്കാനായി ഈ ഒരു അവസ്ഥയിലും ശാലിനിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ശാലിനി സുരക്ഷിതയായിരിക്കണമെന്ന ചിന്തയോടെ വേഗം റിസപ്ഷനിസ്റ്റിന്റെ അരികിലേക്ക് ഓടിയെത്തുന്ന ശിവൻ ശാലിനിയെ ശല്യപ്പെടുത്താൻ വന്ന ആ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടു പോകാൻ പോലീസിന്റെ സഹായം തേടാൻ എത്രയും വേഗം പോലീസിനെ വിളിക്കാനായി ശിവൻ അറിയിക്കുന്നു. അങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തോടെ വേഗം അവിടെ നിന്ന് ശാലിനിയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ശിവൻ ആ ഒരു അവസ്ഥയിലും നടത്തുന്നു.